നമസ്തേ. മഹാത്മാഗാന്ധിയുടെ എല്ലാ തത്വങ്ങളെയും നിശിതമായി ആക്ഷേപിക്കുന്ന രവിചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സർവധർമ്മ സമഭാവത്തെയും അഥവാ സെക്കുലറിസത്തെയും ആക്ഷേപിക്കുന്നുണ്ട്. അതിൽ കൂടി അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ് വെളിവാകുന്നത്. ആദ്യമായി എന്താണ് മതമെന്ന് ഈ രവിചന്ദ്രൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗാന്ധിജി മതം എന്ന വാക്കല്ല പ്രയോഗിച്ചിരുന്നത്. റിലീജിയൻ എന്ന അർത്ഥത്തിൽ ധർമ്മം എന്ന പദമാണ് പ്രയോഗിച്ചിരുന്നത്. ഈ ധർമ്മത്തെ നിർവചിക്കുന്നത് വ്യാസമഹർഷിയാണ്. മഹാഭാരതത്തിൽ വ്യാസമഹർഷി പറയുന്നുണ്ട്, ധാരണാൽ ധർമ്മം ഇത്യാഹു, ധർമ്മം ധാര്യതേ പ്രജ എന്നാണ് മതത്തെ നിർവചിക്കുന്നത്, ധർമ്മത്തെ നിർവചിക്കുന്നത്. അതായത് ധാരണം ചെയ്യും, മനുഷ്യനെ ധാരണം ചെയ്യുന്നത്. ധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ താങ്ങുക, അതിന് പിന്തുണയ്ക്കുക, അതിന് സപ്പോർട്ട് ചെയ്യുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ നിത്യജീവിതത്തിൽ മനുഷ്യനെ ധാരണം ചെയ്യുന്നത് ഏതോ, പിന്താങ്ങുന്നത് ഏതോ അതാണ് ധർമ്മം. ധർമ്മം ധാര്യതേ പ്രജ, പ്രജകളെ മനുഷ്യരെ ധർമ്മം പിന്തുണയ്ക്കുന്നു, താങ്ങുന്നു എന്നാണ് ഈ ധർമ്മം എന്ന വാക്കിന് വ്യാസൻ നിർവചിക്കുന്നത്. ഗാന്ധിജി അതുകൊണ്ട് ധർമ്മം എന്നാണ് പ്രയോഗിച്ചിരുന്നത്, മതം എന്നല്ല, റിലീജിയൻ എന്ന അർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ ഗാന്ധിജി എന്താണ് ഈ മതത്തിൻ്റെ ആവശ്യം? മനുഷ്യൻ്റെ പ്രവൃത്തി ഈ സമൂഹത്തിനും മറ്റു മനുഷ്യർക്കും പ്രകൃതിക്കും ദോഷകരമായി തീരാതിരിക്കാൻ ചില നിയമങ്ങൾ ഭരണകർത്താക്കൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും മനുഷ്യൻ പലപ്പോഴും പ്രകൃതിക്കും സമൂഹത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതിനെ നിയന്ത്രിക്കാനാണ് ഈ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യം സദാചാര മൂല്യങ്ങളാണ്. അവൻ്റെ മനസ്സിൽ ചില സദാചാര മൂല്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് മതം പ്രദാനം ചെയ്യുന്നത്, ധർമ്മം പ്രദാനം ചെയ്യുന്നത്. അതിനാണ് ധർമ്മങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഗാന്ധിജി ധർമ്മത്തിന്, മതത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തെക്കാൾ പരമപ്രാധാന്യമാണ് ഈ ധർമ്മത്തിന് കൽപ്പിച്ചിരുന്നത്. മനുഷ്യൻ അപൂർണനാകയാൽ അവൻ സൃഷ്ടിച്ച മതങ്ങൾക്ക് ഈ അപൂർണതയുണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ചേർന്നാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. ആ നിലയിൽ എല്ലാ മതങ്ങളും മതാചാര്യന്മാരും മനുഷ്യരുടെ സ്വന്തം മതങ്ങളും മതാചാര്യന്മാരുമാണ്. ഒരു മതം മറ്റൊരുതിനേക്കാൾ ശ്രേഷ്ഠമല്ല. മനുഷ്യന് മതങ്ങൾ ഈ സദാചാരം മറ്റ് രീതിയിൽ ലഭിക്കാത്ത സദാചാരം പ്രദാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. രാജ്യത്തിനൊരു പ്രത്യേക മതം പാടില്ല. ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രം ഉണ്ടായാൽ പോലും അത് ഒരു മതരാഷ്ട്രമാകാൻ പാടില്ല, ഒരു ഹിന്ദു മതരാഷ്ട്രമാകാൻ പാടില്ല. എത്ര വ്യക്തികളുണ്ടോ അത്രയും മതങ്ങളുമാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മതപരിവർത്തനത്തിന് എതിരായിരുന്നു. ഈ മതപരിവർത്തനം ഒരുതരം മത്സരമായി മാറുകയും അങ്ങനെ ജനങ്ങൾ തമ്മിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും മതം മാറരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആചരിക്കുന്ന മതം അതേപടി അനുസരിക്കുക എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്ന മെഡലിൻ സ്ലഡ് എന്ന മീര ബഹൻ, അദ്ദേഹം ബ്രിട്ടനിലെ നാവികപ്പട മേധാവിയുടെ അഡ്മിറലിൻ്റെ പുത്രിയായിരുന്നു. ഗാന്ധിജിയുടെ മഹത്വം അറിഞ്ഞ് റൊമൈൻ റോളണ്ട് എന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ, നോബൽ സമ്മാനം നേടിയ സാഹിത്യകാരനിൽ നിന്ന്, റൊമൈൻ റോളണ്ടിൽ നിന്നും ഗാന്ധിജിയുടെ മഹത്വം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി വന്നതാണ്. ഗാന്ധിജി മരിക്കുമ്പോഴും അദ്ദേഹത്തെ ശുശ്രൂഷിച്ച നിരതയായി കഴിഞ്ഞിരുന്നു. സ്വന്തം പുത്രിയെ, അദ്ദേഹത്തിൻ്റെ പുത്രിയെ പോലെ അവൾ കഴിഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ മീര ബഹൻ പറഞ്ഞു, എനിക്ക് മതം മാറണം. ഗാന്ധിജി ചോദിച്ചു, ഏത് മതം? എനിക്ക് ഹിന്ദു മതത്തിലേക്ക് മാറണം. ഗാന്ധിജി പറഞ്ഞു, ഒരിക്കലും മതം മാറാനുള്ളതല്ല, ആചരിക്കുവാനുള്ളതാണ്. നീ ഇപ്പോൾ പുലർത്തുന്നതായ ക്രിസ്തു മതത്തിൽ നിന്ന് നിനക്ക് മതം വഴി ലഭിക്കേണ്ടതായ എല്ലാ നന്മകളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ മതം മാറരുത് എന്ന് അദ്ദേഹം അവളെ ഉപദേശിച്ച് അതിൽ നിന്ന് തടയുകയുണ്ടായി ആ യുവതിയെ. അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിൽ നിന്ന് വന്ന ഒരുതരം ക്രിസ്തീയ പുരോഹിതന്മാർ, ഒരു സംഘം ക്രിസ്തീയ പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്നത് ക്രിസ്തുവിനെ പോലെയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ മതം ക്രിസ്തു മതം സ്വീകരിക്കണമെന്ന്. ഗാന്ധിജി പറഞ്ഞു, നിങ്ങളിപ്പോൾ പറയുന്നു ഞാൻ ക്രിസ്തുവിനെ പോലെയാണ്, പക്ഷേ ബുദ്ധമതക്കാർ പറയുന്നു ഞാൻ ബുദ്ധ സന്യാസിമാരെ പോലെയാണ് ജീവിക്കുന്നത്. മുസ്ലിങ്ങൾ പറയുന്നു ഞാൻ ഇസ്ലാം മതം വിവക്ഷിക്കുന്ന രീതിയിലാണ് ജീവിക്കുന്നതെന്ന്.
ജൈന സന്യാസിമാർ പറയുന്നു ഞാൻ ജൈന സന്യാസിമാർ പോലെയാണ്, പാഴ്സികളും അത് തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു സനാതന ഹിന്ദുവാണ്. അപ്പോൾ ഒരു സനാതന ഹിന്ദുവായി ജീവിച്ചുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് മതങ്ങളിൽ പറയുന്നതായ രീതിയിൽ ജീവിക്കാൻ, മറ്റ് മതങ്ങളിൽപ്പെട്ട ആളാണെന്ന് അവർക്ക് തോന്നുന്ന വിധം, ഓരോരുത്തരുടെയും തോന്നുന്ന വിധം എനിക്ക് ജീവിക്കാൻ കഴിയുന്നു. ഇത് മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മതം മാറേണ്ടതില്ല എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. ഇതായിരുന്നു ഗാന്ധിജിയുടെ ഈ മത പരിവർത്തനത്തെക്കുറിച്ചുള്ള ധാരണയും. മനുഷ്യൻ സദാചാരം പുലർത്തുകയാണെങ്കിൽ, അതിന് സദാചാരത്തിന് സമ്പത്തിനേക്കാൾ അവൻ പ്രാധാന്യം നൽകുകയാണെങ്കിൽ അത് മതവിശ്വാസമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവൻ മതവിശ്വാസിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അവനും ദൈവവിശ്വാസിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പല കടുത്ത നിരീശ്വരവാദികൾ പോലും അദ്ദേഹത്തോട് കൂടെ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ അംഗീകരിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം തൻ്റെ സനാതന ഹിന്ദുവാണെന്ന് പറഞ്ഞതിനും കാരണം പറയുന്നുണ്ട്. ഹിന്ദുമതം ഒരിക്കലും മറ്റ് മതങ്ങളെയും മറ്റ് മതാചാര്യന്മാരെയും തള്ളിപ്പറയുന്നില്ല, അവരെയും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഖുറാനും ഗീതയ്ക്ക് സമാനമായ സ്ഥാനം ഖുറാനും ബൈബിളിനും സെൻ്റ് അവസ്ഥയ്ക്കും നൽകുന്നുണ്ട്. എങ്കിലും തൻ്റെ വഴികാട്ടി ഗീതയാണെന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. അങ്ങനെ എല്ലാ മതങ്ങളെയും മതാചാര്യന്മാരെയും അദ്ദേഹം അംഗീകരിച്ചിരുന്നു. ഹിന്ദുമതം അത് എല്ലാ മതങ്ങളെയും മതാചാര്യന്മാരെയും അംഗീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം താൻ്റെ സനാതന ഹിന്ദു ആണെന്ന് പറഞ്ഞിരുന്നത്. ഗീതയാണ് അതിന് അടിസ്ഥാനം. ഗീതയിൽ പറയുന്നുണ്ട്, യോ യഥാമാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം മമ വാത്മാ അനുവർത്തന്തി മനുഷ്യ പാർത്ഥ സർവഥ എന്നാണ് ഗീതയിൽ പറയുന്നത്. ഒരുവൻ എന്നെ എങ്ങനെ സമീപിക്കുന്നു, അവൻ ക്രിസ്തുവിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ അള്ളാഹയുടെ രൂപത്തിൽ ഏത് രൂപത്തിലായാലും അല്ലെങ്കിൽ ഈശ്വര ഇല്ല എന്നുള്ള വിചാരത്തിലായാലും എന്നെ സമീപിക്കുന്നുവെങ്കിൽ ഞാൻ അവനെ ആ രീതിയിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും എൻ്റെ മാർഗം തന്നെയാണ്, ഈശ്വര മാർഗം തന്നെയാണ് പിന്തുടരുന്നതെന്നാണ് ഗീതയിൽ പറയുന്നത്. അതുപോലെ തന്നെ യോ യാം തൻ ഭക്ത ശ്രദ്ധയാ അർച്ചിതും ഇച്ഛതി തസ്യ അചലം ശ്രദ്ധം തദേവ വിദദാമ്യഹം എന്നും ഗീതയിൽ പറയുന്നുണ്ട്. ഒരുവൻ ഏത് രൂപത്തിൽ ഈശ്വരനെ ധ്യാനിക്കുന്നു ആ രീതിയിൽ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്. ഇതായിരുന്നു ഗാന്ധിജി പിന്തുടർന്നതായ സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത. അതുപോലെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും സർവ്വ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, അടിസ്ഥാനപരമായ ശക്തിയുണ്ട്. ആ ശക്തിയെ, ആ നിയമത്തെ നിങ്ങൾ ദൈവമായി കണക്കാക്കുന്നില്ലെങ്കിൽ ആ നിയമത്തെ നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾക്ക് ദൈവവിശ്വാസം കൊണ്ടുള്ള ഫലം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുപോലെ അദ്ദേഹം താൻ സദാ ഉരുവിട്ടിരുന്നതായ രാമനാമത്തെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ പൂജിക്കുന്ന രാമൻ ദശരഥപുത്രനായ രാമനോ സീതയുടെ ഭർത്താവായ രാമനോ അല്ല, എല്ലാ സാമാന്യ ജനങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന അന്തര്യാമിയായ രാമനെയാണ് ഞാൻ പൂജിക്കുന്നത്. രാമനും കൃഷ്ണനും ഈ അധർമ്മത്തെ നശിപ്പിക്കാനും ധർമ്മത്തെ രക്ഷിക്കാനുമായി ഈ ലോകത്തിൽ അവതരിക്കുന്നു എന്നുള്ള അവരുടെ വിശ്വാസത്തെയാണ് ഞാൻ മാനിക്കുന്നത്. അതാണ് എൻ്റെ ഈ രാമനെക്കുറിച്ചുള്ള ധാരണയും എന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഇങ്ങനെ എല്ലാ തരത്തിലും ഗാന്ധി ഒരു സർവമത സമഭാവം, സർവധർമ്മ സമഭാവം പുലർത്തിയ ആളായിരുന്നു. ഇത് നാരായണ ഗുരുവും ഗാന്ധിയുമായി കണ്ടുമുട്ടിയപ്പോഴും ഇതായിരുന്നു അവർ തമ്മിലുള്ള ഏക അഭിപ്രായ വ്യത്യാസം. നാരായണ ഗുരു പറഞ്ഞു മതം ഒന്നു മതിയെന്ന്. ഗാന്ധിജി പറഞ്ഞു അത് സാധ്യമല്ല. ഈ ലോകത്തിൽ വ്യത്യസ്ത ചിന്താഗതികളുള്ള മനുഷ്യർ വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരിക്കലും മതം ഒന്നാകാൻ പാടില്ല, മതം ഒന്നാകാൻ സാധ്യമല്ല. അത് മനുഷ്യൻ അപൂർണനാകയാൽ അവൻ സൃഷ്ടിച്ച മതങ്ങൾക്കും അപൂർണതയുണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ചേർന്നതാണ് മതത്തെ പൂർണ്ണമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളും മതാചാര്യന്മാരും മനുഷ്യരുടെ സ്വന്തം മതങ്ങളും മതാചാര്യന്മാരുമാണ്. ഈ ഒരു ഭാവത്തോടു കൂടിയാണ് മനുഷ്യൻ മതങ്ങളെ വീക്ഷിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഉദാഹരണമായാണ് അദ്ദേഹം അടുത്തു നിന്ന തേന്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ജാതി വ്യത്യാസത്തെ
തെളിയിക്കാനില്ല. മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഈ തേന്മാവിൻ്റെ ഇലകളെ നോക്കുക, അത് ഒരു തണ്ടിൽ നിന്ന് മുളയ്ക്കുന്നതാണെങ്കിലും ഒരു ഇലയും മറ്റൊരു ഇല പോലെയില്ല. അതുപോലെയാണ് മതങ്ങളും. ഈ മനുഷ്യൻ്റെ വ്യത്യസ്തത കൊണ്ട് മതങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഈ ഇലകളെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് അത്യന്തം ഭംഗി നൽകുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ എല്ലാ മതങ്ങളും നമ്മുടെ മതങ്ങളാണെന്ന വിശ്വാസം മനുഷ്യനുണ്ടാവുകയാണെങ്കിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാവുകയില്ല. അതായിരിക്കും ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന, യോജിപ്പിക്കുന്ന ഘടകമായി വർത്തിക്കുന്നത് എന്നിങ്ങനെയുള്ള മതവിശ്വാസമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. എന്നിട്ട് അന്ന് വൈകുന്നേരം സർവധർമ്മ സമഭാവത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി വർക്കലയിൽ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ യുഗപുരുഷ മഹാചരിതം എന്ന കാവ്യത്തിൽ അതിൻ്റെ പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട്. യുഗപുരുഷ ഗാന്ധി കവിത സർവധർമ്മ സമഭാവം എന്നുള്ള അത് അന്വേഷിച്ചാൽ യൂട്യൂബിൽ നിന്നും അത് ലഭിക്കുന്നതാണ്. അങ്ങനെ അതിവിശാല ഇത്രയും യുക്തിഭദ്രമായി സർവമത സമഭാവത്തെ മറ്റാരും നിർവചിച്ചിട്ടില്ല. വിസ്താരഭയത്തിൽ ഞാനത് പറയുന്നില്ല. അതുപോലെ തന്നെ രവിചന്ദ്രൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ പറ്റി. അദ്ദേഹം പുത്രൻ മതം മാറിയിൽ ദുഃഖിച്ചിരുന്നു, അതുകൊണ്ട് അദ്ദേഹം സെക്കുലർ അല്ല എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ 4 പുത്രന്മാരിൽ ഒരുവൻ മാത്രമേ വഴിതെറ്റി പോയിട്ടുള്ളൂ. എന്നിട്ടും അവൻ ഒരു സമൂഹ ദ്രോഹിയായിരുന്നില്ല. അതിന് കാരണം ഗാന്ധിജി തന്നിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിനെയും കണ്ടിരുന്നില്ല. അപ്പോൾ ഈ ലോകത്തിൽ അനവധി ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാർക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ മാത്രമേ തൻ്റെ മക്കൾക്കും ലഭിക്കാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രാൺജീവൻ മേത്ത എന്നൊരു സുഹൃത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇദ്ദേഹത്തിനൊരു കത്തയച്ചു. 2 യുവാക്കളെ ഇംഗ്ലണ്ടിൽ അയച്ചാൽ എൻ്റെ ചെലവിൽ അവരെ വക്കീൽ പരീക്ഷയ്ക്ക് പഠിപ്പിച്ച് അവരെ വക്കീൽമാരാകാൻ യോഗ്യരാക്കാം എന്ന ആയിരുന്നു പ്രാൺജീവൻ മേത്ത ഇദ്ദേഹത്തെ അറിയിച്ചത്. പക്ഷേ ഗാന്ധിജി സ്വന്തം ബന്ധുക്കളോട് താല്പര്യമുള്ള ഒരാളാണ് എന്ന ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പകരം അദ്ദേഹം അയച്ചത് തൻ്റെ ബന്ധത്തിൽ ബന്ധപ്പെട്ട മറ്റൊരു യുവാവിനെയും അതുപോലെ തന്നെ ഒരു പാഴ്സി യുവാവിനെയുമാണ്. ഇത് അറിഞ്ഞതോട് അന്ന് ഈ ദക്ഷിണാഫ്രിക്കയിലെ ജയിലിലായിരുന്ന ഈ പുത്രൻ, അതായത് ഗാന്ധിയുടെ സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായിരുന്ന ഈ മൂത്ത പുത്രൻ ഹരിലാൽ തിരിച്ചു വന്നപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത്. അന്ന് അവന് 22 വയസ്സായിരുന്നു. അപ്പോഴാണ് ഈ സംഗതി അറിയുന്നത്. അങ്ങനെ അവന് നിരാശയുണ്ടായി. അങ്ങനെയാണ് ഗാന്ധിയുമായിട്ട് തെറ്റിപ്പിക്കുന്നത്, മതം മാറുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റ് 2 പുത്രന്മാരും 2 പുത്രന്മാരല്ല 3 പുത്രന്മാരും മൂത്ത പുത്രനെ പോലെ ഇങ്ങനെ വഴിവെച്ച് പോയില്ല. അതിൽ ഒരു പുത്രൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയുണ്ടായി. ഗാന്ധി നടത്തിയിരുന്ന പത്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പുത്രൻ ലോകപ്രസിദ്ധമായ റൈറ്റർ എന്ന പത്രമാധ്യമത്തിൻ്റെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ചു, ഉയർന്ന പദവിയിലെത്തുകയുണ്ടായി. ഇനി ഒരു പുത്രൻ ഇന്ത്യയിൽ തന്നെ കഴിയുകയും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. പട്ടേലിനെയും നെഹ്റുവിനോടും ഒക്കെ ഒപ്പം ജയിലിൽ കഴിഞ്ഞിരുന്നവരുമാണ്. പക്ഷെ അവരാരും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം യാതൊരു അവകാശവാദങ്ങൾക്കും പോയിട്ടില്ല. അവർക്ക് മന്ത്രിയാകാനോ അല്ലെങ്കിൽ അംബാസഡർമാരാകാനോ ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ പിതാവിനോട് ചെയ്യുന്ന ഒരു അനീതി ആയിരിക്കും എന്ന വിചാരം കൊണ്ട് അവർ ഇതിനൊന്നും പോവുകയുണ്ടായില്ല. അങ്ങനെ ഗാന്ധിജി മറ്റ് ചെറുപ്പക്കാരുടെ നിലയിൽ മാത്രമേ തൻ്റെ മക്കൾക്കും മറ്റ് ചെറുപ്പക്കാർക്ക് ലഭിക്കുന്ന അവസരം മാത്രമേ തൻ്റെ മക്കൾക്കും ലഭിക്കാവൂ എന്നുള്ള ചിന്തയായിരുന്നു ഗാന്ധിജിയെ നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. ഇതിനെപ്പറ്റി ടോയൻബി എന്ന ലോകപ്രസിദ്ധനായ ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനുഷ്യർ ഒരു കുടുംബജീവി എന്നുള്ള നിലയിൽ വളരെ ഉയർന്ന നിലയിൽ പ്രാപിച്ചു. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ബന്ധുക്കൾ എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവൻ ഒരു സമൂഹജീവി എന്ന നിലയിൽ അധപ്പതിക്കുകയും ചെയ്തു. ഇങ്ങനെ കുടുംബത്തെ സമൂഹമായി കണ്ട ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഈ ലോകത്ത് നിന്ന് ജീവിച്ചിട്ടുള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ് എന്നാണ് ടോയൻബി ഗാന്ധിയെപ്പറ്റി പറയുന്നത്. ഇത്
നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പുത്രന്മാരോട് അന്യായമായി പെരുമാറിയിരുന്നു എന്നും മറ്റുമുള്ള ധാരണകൾ പുറപ്പെടുവിക്കുന്നത്. ഇനി ഗാന്ധിജി മതപരിവർത്തനത്തിന് എതിരായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ സെക്കുലർ അല്ല എന്ന് രവിചന്ദ്രന് തോന്നുകയാണെങ്കിൽ അംബേദ്കർ ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞതും അറിഞ്ഞിരിക്കേണ്ടതാണ്. W.N. കൂബറുടെ അംബേദ്കർ എ ക്രിട്ടിക്കൽ സ്റ്റഡി എന്ന പുസ്തകത്തിൽ ഇത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ അംബേദ്കർ പറയുന്നത്, ഞാൻ ഗാന്ധിജിയോട് പറഞ്ഞിരുന്നു, അഥവാ ഞാൻ മതം മാറുകയാണെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് ദോഷം വരാത്ത രീതിയിലുള്ള മത പരിവർത്തനമായിരിക്കും ഞാൻ നടത്തുന്നതെന്ന് ഞാൻ ഗാന്ധിജിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് അംബേദ്കർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ മതം മാറുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹൈദരാബാദിലെ നൈസാം അദ്ദേഹത്തിൻ്റെ മതത്തിൽ ചേരുന്നതിന് എനിക്ക് 5 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തത്. അതായത് ഇന്നത്തെ 5000 കോടിക്ക് തുല്യമായ തുക. അതുപോലെ ക്രിസ്തീയ പുരോഹിതർ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളും പുണ്യവാളത്വവും വാഗ്ദാനം ചെയ്തു. പക്ഷെ ഞാനിത് രണ്ടും സ്വീകരിച്ച് മതം മാറിയിരുന്നുവെങ്കിൽ കേവലം 5 വർഷം കൊണ്ട് ഇന്ത്യയുടെ സർവ്വ നന്മകളെയും ഇന്ത്യ എന്ന രാജ്യത്ത് തന്നെ നശിപ്പിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ എന്നെ ഒരു ഐക്കണോക്ലാസ്റ്റ്, അതായത് പാരമ്പര്യ നന്മകളുടെ ലംഘകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ മതങ്ങൾ സ്വീകരിച്ചില്ല. ബുദ്ധമതമാണ് സ്വീകരിച്ചത്. ഇന്ത്യയുടെ നന്മകൾക്കും അതിൻ്റെ പാരമ്പര്യത്തിനും യാതൊരു ദോഷവും വരുത്താത്ത ഒരു മതമാണ് ബുദ്ധമതം. അതാണ് ഞാൻ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കുക, മതം മാറുന്നത് കൊണ്ടുള്ള അപകടം അതാണ്. അത് അംബേദ്കർ പോലും അത് സമ്മതിക്കുന്നുണ്ട്. രവിചന്ദ്രൻ ഇതൊന്നും മനസ്സിലാക്കാതെ ഗാന്ധിജി സെക്കുലറായില്ല എന്ന് വിടുവായത്തൻ പ്രഖ്യാപിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ്. അദ്ദേഹം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് ഗാന്ധിജിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സർവ്വ ആക്ഷേപങ്ങളും തെറ്റാണെന്ന് ഇതെല്ലാം തെളിയിക്കുകയാണ്. അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിയണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ക്ഷമിക്കുക, ഈ കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയി. എന്താണ് സനാതനധർമ്മം എന്ന് വ്യക്തമാക്കിയില്ല. 18 പുരാണങ്ങളിൽ ഒന്നായ വായുപുരാണത്തിലാണ് എന്താണ് സനാതനധർമ്മം എന്ന് നിർവചിക്കുന്നത്. അതിൽ പറയുന്നത്, അദ്രോഹം, ലോഭമില്ലായ്മ, ദമം, ഭൂതദയ, തപം, ബ്രഹ്മചര്യ, സത്യനിഷ്ഠ, അനുകമ്പ, ക്ഷമ, ധൈര്യം സനാതനധർമ്മം മൂലം പാലിച്ചിടുക ദുഷ്കരമെന്നാണ്. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം ഇതൊക്കെയാണ്: അക്രോധം, ലോഭമില്ലായ്മ, ദമം, ഭൂതദയ, തപം, ബ്രഹ്മചര്യം, സത്യനിഷ്ഠ, അനുകമ്പ, ക്ഷമ, ധൈര്യം സനാതനധർമ്മം മൂലം പാലിച്ചിടുക ദുഷ്കരമെന്നാണ്. ഗാന്ധിജിയുടെ ഏകാദശ വ്രതങ്ങൾക്കും, അതായത് 11 വ്രതങ്ങൾക്കും ഇതിനോട് വളരെ സാമ്യമുണ്ട്. അതിൽ പറയുന്നത്, ഗാന്ധിജിയുടെ ഏകാദശ വ്രതങ്ങളായി പറയുന്നത് അഹിംസ, സത്യം, അക്രോധം, ബ്രഹ്മചര്യം, അസംഗത, ശരീരശ്രമം, ആസ്വാദം, സർവത്ര ഭയവർജനം, സർവധർമ്മ സമാനത്വം, സ്വദേശി സ്പർശഭാവന, വ്രതങ്ങൾ 11 നിതരം നിർവഹിപ്പത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും സർവധർമ്മ സമാനത്വം അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രവിചന്ദ്രൻ മനസ്സിലാക്കേണ്ടതാണ്.